ഹായ് ഫ്രണ്ട്സ്, ആദീസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ അടുത്ത വീട്ടിൽ ചേട്ടൻ തന്നാണ് മാമ്പഴം. അപ്പോൾ അവർ പറഞ്ഞിരുന്നു വ്ളോഗൊക്കെ കാണാറുണ്ട്, ഒരു വ്ളോഗ് എടുക്ക്, ഒരു പുളിശ്ശേരി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു കറിയാണല്ലോ മാമ്പഴ പുളിശ്ശേരി. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതാ മാമ്പഴം എടുത്ത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ കഴുകിയതിന് ശേഷം അതിൽ തോലെല്ലാം കളഞ്ഞ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ വെക്കുന്നതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ എന്തായാലും അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ് കാണുന്നവർ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതാ മാമ്പഴത്തിൻ്റെ എല്ലാ തോലും കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല ഗോമാങ്ങയാണ് കേട്ടോ, നല്ല മാങ്ങയാണ്, സൂപ്പർ മാങ്ങ. നമ്മൾ ഈ മാമ്പഴം കഴിച്ചിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഒന്നും വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അവർ തന്നതുകൊണ്ട് നമുക്ക് എന്നാൽ പിന്നെ അവർ വീഡിയോ ഇടുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് എന്നാൽ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ശർക്കര ഇട്ടിട്ടുണ്ട്. ഒരു ഫുള്ള് എടുത്തിട്ടില്ല, അതിൻ്റെ ഹാഫേ എടുത്തിട്ടുള്ളൂ ശർക്കരേൻ്റെ. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ അധികം എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. മുളക് പൊടി ഇപ്പോൾ നമ്മൾ 1.5 സ്പൂണേ ഇട്ട് കൊടുത്തുള്ളൂ. ഇനി നമ്മൾ അരപ്പിൽ പച്ചമുളകൊക്കെ ഇട്ടിട്ട് അരയ്ക്കുന്നത് കാരണം അതും വരും, ആ എരിവും വരും. പിന്നെ നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുത്തു. നല്ല മധുരമുള്ള മാങ്ങയാണ്, എങ്കിലും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണമല്ലോ. അങ്ങനെ ഉപ്പിട്ട് കൊടുത്തു. അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ വേവാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് തിളച്ച് നല്ലപോലെ വെന്ത് വരണം. തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, നല്ലപോലെ തിളച്ച് വെന്ത് വരണം. അപ്പോഴേക്കും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയിലേക്ക് ഒരു വലിയ പച്ചമുളകായിരുന്നു, അപ്പോൾ അതിനെ മുറിച്ചിട്ട് 2 പീസാക്കി ഇട്ടതാണ്. പിന്നെ ഒരു സ്പൂൺ ജീരകം, ഒരു സ്പൂൺ കുരുമുളക്, ഒരു സ്പൂൺ വേണ്ട കേട്ടോ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് തേങ്ങയിലേക്ക് ഇട്ടിട്ട് ഒരു അരമുറി തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ മിക്സിയിൽ നന്നായി അരച്ചെടുത്തതിന് ശേഷം അരയ്ക്കുമ്പോഴേക്കും ഇവിടെ നമ്മളുടെ മാംഗോ നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയം ഗ്ലാസ്, ഒരു കുഞ്ഞു ഗ്ലാസ്സാണ്. അതിൽ ഒരു 1/4 ഫുള്ളായി നിറച്ച് തൈര് എടുത്തിട്ടില്ല, എങ്കിലും 1/4 ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്ത് ആ ജാറൊന്ന് കഴുകിയ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. നന്നായി കുറുകി വരും. എന്നിട്ട് ഉപ്പും മുളകൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. നമുക്ക് അധികം എരിവ് അധികം ഇതിൽ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു പച്ചമുളകിൻ്റെ എരിവും ആ മുളക് പൊടിയുടെ എരിവും എല്ലാം കൂടെ അങ്ങനെ ഇനി നമ്മൾ ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷമാണ് നമ്മൾ തൈര് ഒഴിക്കുക. തിളച്ചു, നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു 1/4 ഗ്ലാസ് തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാവാൻ വെക്കാം. ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റാം. പിന്നെ കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വറ്റൽമുളക് 2 എണ്ണം എടുത്തു, കുറച്ച് കറിവേപ്പിലയും എടുത്തു. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം
അത് കടുക് വറുത്ത് അതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇവിടെ നല്ല മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ മാമ്പഴ പുളിശ്ശേരി ഒന്ന് ട്രൈ ചെയ്യണം. കുറുകിയിട്ടുണ്ട് കേട്ടോ. നല്ല ചാറും നല്ല ടേസ്റ്റായിരുന്നു. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടും.